അത് കുപ്പിയുടെ അടപ്പാ ഉണങ്ങാൻ പറ്റിയതല്ലേ? നീ എന്തിനാ എടുത്തേ? നമുക്ക് പോകാൻ കയറി. ശോഭ മാത്യൂസ് വിസ്റ്റാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചില ചുറ്റുവട്ട കാഴ്ചകളൊക്കെ കാണാം. താഴെ കാണുന്ന ആ വീട് നമ്മളുടെ വീട് തന്നെയാണ്. നമ്മളുടെ തറവാട് വീടാണ്. ഞാനൊക്കെ കല്യാണം കഴിച്ച് വന്ന് കയറിയ വീട് അതാണ്. പിന്നീട് നമ്മൾ പുതിയ വീട് ഇവിടെ മുകളിൽ വെച്ചപ്പോൾ നമ്മളിങ്ങോട്ട് കയറി താമസിച്ചതാണ്. ഇപ്പോൾ അവിടെ റെൻറ്റിന് ആളുണ്ട്. പഴയ രീതിയിലുള്ള അറയുന്നേരയും തടിയിലുണ്ടാക്കി വീടുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ നിരയാണ് ഉള്ളിലേക്ക് മുറികളൊക്കെ. അവിടെ ആ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവിൽ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പറിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. അവിടെയും കുറേ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ കണ്ട് കയറിപ്പോരാം. മാങ്ങ പറിക്കാൻ വേണ്ടി ഹസ്ബൻഡും മോനും കൂടി കൂടെ വരുന്നുണ്ട്. ആ കൂടെ ഞങ്ങൾക്കൊരു ബീഗിൾ ഉണ്ട്, ലോലയും ഞങ്ങളുടെ കൂടെ താഴേക്ക് പോരുവാണ്. മാങ്ങ കാണത്തില്ലായിരിക്കും അല്ലേ? പിന്നെ എന്താ വിട്ട് നിൽക്കുന്നു? നമ്മുടെ ഈ പറമ്പിൽ കൂടി ഒരു കേവിലയും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കുറേ ഭാഗം നമുക്ക് മറ്റ് കൃഷികളൊന്നും പറ്റില്ല. കുറേ കപ്പ അതുകൊണ്ട് കുറേ സ്ഥലത്തുണ്ട്. പിന്നെ കുറേ ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. ഇതൊരു കൊടംപുളിയാണ്, ഹൈബ്രിഡ് ആണ്. അത് 1-2 വർഷത്തിനകം കായ്ക്കുമായിരിക്കും. ഇതൊരു മൾബറിയാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഈയിടെ വെട്ടിക്കൊടുത്ത് വീണ്ടും നല്ലതുപോലെ തളിർത്ത് കയറി വന്നിരിക്കുക. ഇതും വിയറ്റ്നാം സൂപ്പർ എയർലി പോലെ തന്നെ ഒരു കുള്ളംപ്ലാവാണ്. ഇതിൻ്റെ പേര് റെഡ് ജാക്ക്. ഇതിൽ നിന്നും ഒരു വലിയ ചക്ക നമ്മൾ പറിച്ചായിരുന്നു. ഇനി കുറച്ച് ചെറിയ ചെറിയ ചക്കകൾ കിടപ്പുണ്ട്. ഇതാണ് അങ്ങോട്ട് രക്ഷപ്പെടാത്ത. പൂ നിറച്ചുണ്ടാകും. ഈ ബേറാപ്പിള് അല്ല, നിറച്ചും പൂവിടുന്നുണ്ട്, പക്ഷെ കരിഞ്ഞു പോവുക അതിൻ്റെ കമ്പുമൊക്കെ. ഇത് കിലോ പേര എന്ന് പറയും. ഒരു ഞെടുപ്പിൽ 2 പേരയ്ക്ക കാണും. അത് രണ്ടും കൂടി ഏകദേശം 1 കിലോയോളം കാണും. അതിൻ്റെ ഒരു ശിഖരം ഇനി അടിയിൽ നിന്ന് മാതൃസസ്യം വളർന്നതാണെന്ന് അറിയത്തില്ല, വേറൊരു ഇലയായിട്ട് ഒരു ശിഖരമുണ്ട്. രണ്ടും കൂടെ കയറി വരുന്നതെന്ന് തോന്നുന്നു. അത് പിന്നെയും പൂവിട്ടല്ലേ? സ്റ്റാർ ഫ്രൂട്ട് മറിക്കേ, അതിൻ്റെ പൂവിൻ്റെ ഒരു കണ്ടു. ഇത് അതിൻ്റെ പൂ 2ാമത്തെ പൂവിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. അതേ കായും ഉണ്ട് നാളത്തെ കഴിഞ്ഞിട്ട്. ഈ മാവ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചെറുനാരകമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാം കാണാതെ എന്ന് പറഞ്ഞ പോലെ നാരങ്ങ ഉണ്ടാക്കൊണ്ടിരുന്ന. അപ്പം അടുത്ത് നിന്നൊരു മരം വെട്ടിയിട്ടപ്പോൾ അതേ വന്ന് അടിച്ച് വീണിട്ട് കുറേ ഭാഗം ഇരിഞ്ഞു പോയി. അതുകൊണ്ടായിരിക്കും ഈ വർഷം പൂവിട്ടിട്ടുണ്ടെന്നാലും പതിവ് പോലെ നിറച്ചൊന്നുമില്ല. ഇതൊരു ചെറിയ റംബുട്ടാനാണ്. 2 വർഷം ആയതേ ഉള്ളൂ. നിറച്ചും പൂത്തിട്ടുണ്ട്. നമുക്ക് വലിയൊരെണ്ണമുണ്ട്, അത് ചുവപ്പ് നിറമുള്ള റംബുട്ടാനാണ്. ഇത് മഞ്ഞയാണെന്ന് തോന്നുന്നു.
ആ സീനിയായി. അത് കുപ്പിയുടെ അടപ്പാണ്, ഉണങ്ങാൻ പറ്റതല്ലേടി, നീ എന്തിനാ അതെടുത്തേ? നമുക്ക് പോകാൻ കയറി. ഓ ഇല്ല, നീ അതെടുത്തോ തോട്ടി പോയി കൂട്ടി കയറിക്കോ. ഓ അതങ്ങനെ ഇരിക്കട്ടെ, ആവശ്യമുള്ള പഠിക്കാം. ഇപ്പം നീ അല്ല ഇതിലോട്ട് വെക്കാം, ഷെയ്ഡിലോട്ട് വെക്കാം. ഇല്ല ഇപ്പം നീളം കുറവ്, ചാമ്പങ്ങ മുറിക്കാൻ. ഇതേ രണ്ടാമത് പൂ മുഴുവനും, ഇതേ രണ്ടാമത് പൂ മുഴുവൻ വാവല് തിന്നുന്നു. ആ മയിൽ അവിടെ ഇരിപ്പുണ്ട്. നീ അവിടെ ഇരുന്നോടെ, ഇന്നെ ശല്യം ചെയ്യുന്നില്ല ഞാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.